ബൈസൺവാലി പഞ്ചായത്തിലെ ടി കമ്പനിയിൽ മൃഗാശുപത്രിക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത്. പ്രദേശത്ത് മിനി MCF സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നുവെങ്കിൽ അത് അംഗീകരിക്കാനാവില്ലെന്നും കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ പറഞ്ഞു. ബൈസൺവാലി പഞ്ചായത്തിലെ ടി കമ്പനിയിൽ മൃഗാശുപത്രിക്ക് സമീപം ജനവാസ മേഖലയിൽ പാതയോരത്താണ് പഞ്ചായത്ത് വലിയ തോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം കൂട്ടിയിട്ടിട്ടുള്ളത്. ചെറിയ തോതിൽ മാലിന്യം ശേഖരിച്ച് ഇപ്പോൾ മാലിന്യത്തിന്റെ അളവ് വലിയ തോതിലായിട്ടുണ്ട്. ഇതാണ് പ്രദേശവാസികൾക്ക് തലവേദനയായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇടപെടൽ നടത്തിയിട്ടുള്ളത്. കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് മിനി MCF സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നുവെങ്കിൽ അത് അംഗീകരിക്കാനാകില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു. ബൈസൺവാലി പഞ്ചായത്തിലെ ടി കമ്പനിയിൽ മൃഗാശുപത്രിക്ക് സമീപം ജനവാസ മേഖലയിൽ സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് ഗണപതി ക്ഷേത്രത്തിന്റെ പരിസരത്ത് ടി കമ്പനി തോടുകൂടി ചേരുന്ന സ്ഥലത്ത് പഞ്ചായത്തിലെ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് MCF നിർമ്മിക്കുവാനുള്ള നീക്കം പഞ്ചായത്ത് ഭരണസമിതി അവസാനിപ്പിക്കണം. ഈ നിർമ്മാണം ഇവിടെ നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതി ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ അതിനെതിരെ ശക്തമായ സമരപരിപാടിയുമായി കോൺഗ്രസ് രംഗത്തുണ്ടാവും. ഒരു കാരണവശാലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് നിർമ്മിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് കൂട്ടിയിട്ടിരിക്കുക. ആ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടി പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ ബൈസൺവാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. മാലിന്യം നീക്കം ചെയ്യണമെന്ന ആവശ്യത്തോടെ പഞ്ചായത്ത് മുഖം തിരിക്കുന്നുവെന്നാണ് സമീപവാസികളുടെ ആക്ഷേപം. ഈ മേഖലയിൽ നിരവധിയായ കുടുംബങ്ങൾ താമസക്കാരായുണ്ട്. ഇടയ്ക്ക് മാലിന്യക്കൂനയിൽ തീ പടർന്നതായും രൂക്ഷമായ പുകയും ദുർഗന്ധവും പടർന്നതോടെ കുഞ്ഞു കുട്ടികളടക്കം വീടുകളിൽ പ്രയാസം അനുഭവിച്ചതായും പരാതി ഉയരുന്നു. വേനൽക്കാലമായതിനാൽ ആരെങ്കിലും മാലിന്യത്തിൽ തീ പടർത്തിയാൽ അത് വലിയ പ്രതിസന്ധിയാകും. മഴ പെയ്യുന്നതോടെ ഈ മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒഴുകിച്ചാടുന്ന സ്ഥിതിയുണ്ടാകുമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.